യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ വിളിക്കപ്പെട്ട എല്ലാവർക്കും വന്ദനം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മാത്രം ചുവടുകൾ വയ്ക്കുമെന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദപുസ്തകം മൊത്തം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ല ഒരു ചിത്രം കിട്ടും. അനുഗ്രഹത്തിൻ്റെ ചിത്രം, പ്രതീക്ഷകളുടെ ചിത്രം. ബൈബിൾ നമുക്ക് തരുന്ന വലിയ പ്രതീക്ഷയാണ്. നാളെയെക്കുറിച്ച് ബൈബിൾ നമ്മോട് പറയുന്നു. നമ്മുടെ വീട്ടിൽ വരുന്ന ദിനപത്രങ്ങൾ ഇന്നലകളെക്കുറിച്ച് പറയുന്നു. ഇന്ന് ഭൂമിയിലുള്ള സകല പുസ്തകങ്ങൾ ഇന്നലകളെക്കുറിച്ച് പറയുന്നു. എന്നാൽ നമ്മുടെ നാളെയെക്കുറിച്ച് വളരെ വ്യക്തമായും തെളിവായും പറയുന്ന ഒരേ ഒരു പുസ്തകം, അത് സത്യവേദ പുസ്തകമാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അൽഫയാണ്, ഒമേഗയാണ്. അവൻ ആരംഭമാണ്, അവസാനമാണ്. അപ്പം നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ പൂർത്തിയാക്കും എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് നാം നാളെയെക്കുറിച്ച് യാതൊരു ഭാരവും ഉള്ളിൽ വെക്കണ്ട. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടി എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യും. ഇത് ബൈബിളിലെ ഏറ്റവും കാതലായ ഒരു പ്രസ്താവനയാണ്. ആദ്യം നാം ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊടുത്താൽ, ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അടിവരയിട്ട് കളർ ചെയ്ത ഒരു വാക്യമാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി എന്ത് തിന്നും, എന്തുടുക്കും, എങ്ങനെ ജീവിക്കും. ഇതായിരുന്നു ഞാൻ 15 രൂപയുടെ ബൈബിളുമായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ നേരിട്ട വിഷയം. അതാണ്, എന്ത് തിന്നും, കയ്യിൽ 1 രൂപയില്ല, എന്ത് കുടിക്കും. എന്ത് കുടിക്കുമെന്നുള്ളതിൻ്റെ പ്രാധാന്യം അറിയാം. കാരണം അന്നൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ അധികം പൈസ വേണ്ട, അതില്ല. അതുകൊണ്ട് പൈപ്പിലെ വെള്ളം കുടിക്കണമായിരുന്നു. ഇറങ്ങിയ കാലത്ത് ഒരു ഷർട്ട് മാത്രം, അത് അപ്പൻ്റെ ഷർട്ടാണ്, അതും വീട്ടിലിടുന്ന ഷർട്ട്, അതിട്ട് 1 കൊല്ലം പ്രസംഗിച്ചെന്ന് ഓർക്കണം. ആരോ എനിക്ക് അളവ് തെറ്റി അയച്ചു തന്ന ഒരു പാൻറ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. വാങ്ങിച്ചു തരാൻ ആരുമില്ല, ആരും അറിയില്ല. സുവിശേഷ വിലക്കിറങ്ങി കാണുന്നവർ പറയുന്നു, ഇവൻ ബാംഗ്ലൂരല്ലേ, ഇവന് ബിസിനസ് അല്ലേ. ആരും നമ്മുടെ അവസ്ഥ അറിയുന്നില്ല, ആരോടത് പറയുന്നില്ല. അപ്പം അന്നത്തെ ഏറ്റവും വലിയ ഭാരം എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കുടിക്കും. ഈ വാക്യത്തിൻ്റെ അർത്ഥം എനിക്കറിയാം. എന്നാൽ ആ വാക്യത്തിനോട് ബന്ധപ്പെട്ടാ പറഞ്ഞത്, മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതിൻ്റെ ഒപ്പം ഇതെല്ലാം നമ്മുടെ അടുക്കൽ വരും. ആവർത്തന പുസ്തകം 28-ന്റെ 2-ാം വാക്യപ്രകാരമാണെങ്കിൽ അതോടുകൂടി ഇതെല്ലാം ഓവർഫ്ലോ ആകും, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യും. ഇത് ഞാൻ കണ്ടതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമായി തീരുന്നവർക്ക് ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് മാറണമെന്നില്ല. നീണ്ട നാളുകൾ ഒരു അഗ്നി പരിശോധന പോലെ പോയെന്ന് വരാം. അവിടെയെല്ലാം തളരരുത്. ഇത് സത്യമാണ്. ഒരു ദിവസം അത് സംഭവിക്കും. അതെന്നാണ് പാസ്റ്ററെ, അതെനിക്ക് പറഞ്ഞുകൂടാ. ഒരു ദിവസം അത് സംഭവിക്കും. എനിക്ക് നീണ്ട വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു, എന്നാലും അത് സംഭവിച്ചു. നീണ്ട നാളുകൾ കാത്തിരിക്കേണ്ടി വന്നു, സംഭവിച്ചു. വളരെ വളരെ ഞെരുക്കങ്ങൾ, വളരെ ബുദ്ധിമുട്ടുകൾ. എന്നാൽ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളത് വളരെ തിരക്കുള്ള ഒരു കാര്യമാക്കി മാറ്റി. സുവിശേഷം പറയുക, സാക്ഷ്യം പറയുക, പോകുന്നിടത്തെല്ലാം പ്രാർത്ഥിക്കുക,
എല്ലാവരെയും ധൈര്യപ്പെടുത്തുക, എല്ലാവരെയും കർത്താവിൽ സന്തോഷിപ്പിക്കുക എന്നിങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് തിരക്കുള്ളവനായി. അതാണ് രാജ്യവും നീതി അന്വേഷിക്കുക എന്നുള്ളത്. ഞാൻ പോലും അറിഞ്ഞില്ല പിന്നീട് കാര്യങ്ങൾ മാറുന്നത്. എന്നാൽ എല്ലാ അവസ്ഥകളിലൂടെയും നമ്മൾ കടന്നു പോകും. എന്നാൽ അതോടുകൂടി രാജ്യവും നീതിയും ശരിയായിട്ട് അന്വേഷിക്കാൻ നാം തിരക്കുള്ളവരായ കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര മാറ്റങ്ങൾ നമ്മൾ കാണും. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ നമുക്ക് ബലപ്പെടാം, നമുക്ക് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ്റെ എല്ലാമെല്ലാമായ അപ്പാ ഉണ്ടെനിക്ക്, സ്വർഗീയ താതൻ, എന്നെ നന്നായി അറിയുന്ന അപ്പാ ഉണ്ടെനിക്ക്, വാത്സല്യ താതൻ, അമ്മയെ പോലെ മാറോട് ചേർക്കുന്ന പൊന്നേശു താതൻ, അൻപേറും കൈകളാൽ കണ്ണീർ തുടയ്ക്കുന്ന കാരുണ്യ താതൻ. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. എന്റെ എല്ലാമെല്ലാമായ അപ്പാ ഉണ്ടെനിക്ക്, സ്വർഗീയ താതൻ, എന്നെ നന്നായി അറിയുന്ന അപ്പാ ഉണ്ടെനിക്ക്, വാത്സല്യ താതൻ, അമ്മയെ പോലെ മാറോട് ചേർക്കുന്ന പൊന്നേശു താതൻ, അൻപേറും കൈകളാൽ കണ്ണീർ തുടയ്ക്കുന്ന കാരുണ്യ താതൻ. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. 800 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരെയുണ്ട്. 800 കോടി ജനം ഉലകിലുണ്ട്, അതിലേറെ ദൂതഗണം ഉയരെയുണ്ട്. എന്നാലും വേഴനാൻ വിതുമ്പുന്ന നേരത്ത് കാതോർത്ത് കേൾക്കുന്നോനെ, അപ്പാന്ന് കരയുമ്പോൾ അൻപോടെ ഓടിവം മോനേന്ന് വിളിക്കുന്നോനെ, എന്നെ മോനേന്ന് വിളിക്കുന്നോനെ. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. പുത്രന്റെ ആത്മാവെ തന്നതിനാൽ ഭയപ്പെടുവാനിനി അടിമയല്ല. പുത്രന്റെ ആത്മാവെ തന്നതിനാൽ ഭയപ്പെടുവാനിനി അടിമയല്ല. അവകാശിയായ എന്നെ തീർത്തവൻ കൃപയെ വന്ദിച്ചു തീരുകില്ല. ഈ സ്വർഗീയ ബന്ധം സൗഭാഗ്യമേ, എനിക്കെന്നും അഭിമാനമേ, എനിക്കെന്നും
അപ്പാ മതിയാ. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിനുയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിനുയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. യേശു അപ്പാ ഉള്ള വീട്ടിൽ സന്തോഷമുണ്ട്, ആനന്ദത്തിൻ പരിപൂർണതയുണ്ട്. ആത്മാവിനുയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിലുയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. ആത്മാവിലുയരുന്ന ആരാധന ഉണ്ട്, ആശ്വാസഗീതമുണ്ട്. എന്നും ഉല്ലാസഘോഷമുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗം 3, 4, 5, 6 വാക്യങ്ങളാണ്. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഈ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് 7-ാമത്തെ വാക്യം. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ കർത്താവ് നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും. ഒരുമിച്ച് എല്ലാവരും കൂടി ഒന്നിച്ചേ വരുള്ളൂ. 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. അതിൻ്റെ കാരണം, നിന്നോട് എതിർക്കുന്നവരെയെല്ലാം ദൈവം നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. നീ തോൽപ്പിക്കുമെന്നല്ല, ദൈവം തോൽപ്പിക്കും. നാം ആരെയും തോൽപ്പിക്കാൻ നിൽക്കണ്ട, ദൈവം തോൽപ്പിക്കണം. ദൈവം ചെയ്യുന്ന ജോലിയാണ് നിനക്കെതിരെ ദോഷം ചെയ്യുന്നവർ, നിന്നെ ഉപദ്രവിക്കുന്നവരെല്ലാം. ഇനി നശിക്കാനും പ്രാർത്ഥിക്കരുത്, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്നാണ് പറഞ്ഞത്. ഉപദ്രവിക്കുന്ന എല്ലാവർക്കും വേണ്ടി. നമ്മുടെ ജോലി ആരെയും തോൽപ്പിക്കുന്ന പരിപാടിയല്ല, എല്ലാവരെയും ജയിപ്പിക്കുന്ന പരിപാടിയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവർ ജയിക്കണം. അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് സ്തെഫാനോസ് പ്രാർത്ഥിച്ചു, യേശു കർത്താവ് ക്രൂശിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്ക് നല്ലൊരു മോഡൽ കിട്ടിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ. ഇവരല്ല ഈ ചെയ്യുന്നത്, ഇവരെ കൊണ്ട് പിശാച് ചെയ്യിപ്പിക്കുന്നതാണ്. നമുക്ക് നേരെ വരിക, നമുക്കെതിരായി വരിക, വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ, എങ്ങനെയെല്ലാം നമുക്കെതിരെ നിൽക്കാമോ അതെല്ലാം അവരല്ല ചെയ്യുന്നത്. കാരണം അവരത് ചെയ്യുമ്പോൾ അവർക്കത് ദോഷമാണ്. നാം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമ്പോൾ നമുക്കത് ദോഷമാണ്. ബൈബിൾ പറയുന്നു, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യും. ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ കൊയ്യും. അപ്പോൾ നമുക്ക് വിരോധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവിൽ വിതയ്ക്കണം. കർത്താവേ, ആ കുടുംബം രക്ഷിക്കപ്പെടണം, ഞങ്ങൾ ഇന്ന അയൽവാസി ഞങ്ങൾക്ക് ഭയങ്കര ദോഷമായി ചെയ്യുന്നു, അവർ ദൈവസന്നിധിയിൽ വരണം. നമ്മെ ദ്രോഹിക്കുന്നവരെല്ലാം ദൈവസാന്നിധ്യത്തിലോട്ട് വന്നാൽ എങ്ങനെയുണ്ടാവും? ശൗലിന് വേണ്ടി ആ കാലത്തുള്ള സഭകൾ പ്രാർത്ഥിച്ചിരുന്നു. ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ അവൻ താഴെ വീണു. ദമസ്കോസിൽ ഒരു സ്ഥലത്ത് പോയിരുന്നു. ദമസ്കോസിലെ ഒരു ശിഷ്യൻ, യേശുവിൻ്റെ ശിഷ്യൻ അനന്യാസ് ചെന്ന് കൈവച്ചു, പ്രാർത്ഥിച്ചു, സൗഖ്യമായി, അഭിഷേകം പ്രാപിച്ചു, സ്നാനപ്പെട്ടു. ദമസ്കോസിലെ ആ സഭയ്ക്ക് ഏറ്റവും ഗുണമുള്ളവനായി മാറി. ഇല്ലേ? ഇതാണ് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട്. നിനക്കെതിരെ വരുന്നവൻ
യേശു ക്രിസ്തുവിന്റെ മുൻപിലാണ് തോൽക്കുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ സൂര്യനേക്കാൾ വെല്ലുന്നൊരു പ്രകാശത്തിലാണ് അവൻ തോറ്റത്. നമ്മൾ ആരെയും തോൽപ്പിക്കാൻ നിൽക്കണ്ട. നമുക്ക് എല്ലാവരും അങ്ങോട്ട് ജയിപ്പിക്കാന്നേ. കർത്താവേ, ഇവരെല്ലാം ഒന്ന് ജയിച്ചിരുന്നെങ്കിൽ. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. എല്ലാവരും ജയിക്കട്ടെ. മറ്റുള്ളവർ തോറ്റിട്ട് നമ്മൾ മാത്രം ജയിച്ചു നിൽക്കുന്നതല്ല ജയം. നമ്മൾ മുഖാന്തരം എല്ലാവരും ജയിക്കുന്നതാണ് ഏറ്റവും വലിയ ജയം. അതാണ് യേശുക്രിസ്തുവിലൂടെ, അപ്പോസ്തലന്മാരിലൂടെയൊക്കെ നടന്ന സംഭവം. എല്ലായിടത്തും എല്ലാവരെയും ജയിപ്പിക്കുന്ന മാർഗമാണ് യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ മാർഗം. ക്രൂശിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഇതൊരു വിജയത്തിൻ്റെ മാർഗമാണ്. ഇതൊരു അനുഗ്രഹത്തിൻ്റെ മാർഗമാണ്. എന്താണ് ക്രൂശ്? ക്രൂശ് ഒരു ജയമാണ്. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ചു. അപ്പൊ ക്രൂശ് ജയത്തിന്റെ മാർഗമാണ്. എവിടെ പോയാലും ജയം. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം. എത്ര പേരത് പറയും? എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം. കാരണം പിശാച് യേശുവിനെ തോൽപ്പിക്കാനാ നോക്കിയത്. എന്നാൽ യേശുവിന്റെ ക്രൂശ് മരണം പിശാചിന്റെ തല തകർത്തു. എന്താണ്? അവന്റെ പദ്ധതികൾ മുഴുവനും തകർന്നു പോയി. തല തകർത്തു എന്ന് നമ്മൾ പറയില്ല. അവന് ഭയങ്കര തലയാ, ഭയങ്കര ബുദ്ധിയാണെന്ന് അർത്ഥം. അവന്റെ തല ഭയങ്കര തല. അപ്പൊ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലുള്ള തലയല്ല അത്. അവന്റെ ആ വലിയ പദ്ധതിയെ തകർത്തു എന്നാണ്. പിശാചിന്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞ പിശാചിന്റെ പദ്ധതി എല്ലായിടത്തും എല്ലാവരും നശിക്കണം. ദൈവത്തിന്റെ പദ്ധതി എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കും. മനം തിരിയണം. പിശാചിന്റെ പദ്ധതി എല്ലായിടത്തും എല്ലാവരും കഠിനപ്പെട്ട് ദൈവത്തെ മറന്ന് വചനം സ്വീകരിക്കാതെ നിത്യ നരകത്തിയിലേക്ക് മരണത്തിനപ്പുറം കടന്നു പോകണം. അപ്പൊ പിശാചിന്റെ തല തകർത്തു എന്ന് പറഞ്ഞാൽ വലിയ പ്രോഗ്രാം പൊളിഞ്ഞുപോയി. അപ്പോൾ ക്രൂശ് എന്താണ് ചെയ്തത്? നമുക്ക് വലിയ ജയം കൊണ്ടുവന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവമുണ്ടായി. അപ്പൊ ക്രൂശ് വിജയത്തിൻ്റെ ഒരു മാർഗം, അടയാളം. ക്രൂശ് ജയോത്സവത്തിൻ്റെ അടയാളം. അതുകൊണ്ട് നമ്മൾ ഈ ക്രൂശ് ചുമന്നുകൊണ്ട് നടക്കണം. വേദനയുടെ കുരിശല്ല, സങ്കടത്തിൻ്റെ കുരിശല്ല. നമ്മൾ തന്നെ പറയില്ല, ഓ ഇത് ഭയങ്കര കുരിശായി പോയല്ലോ. അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ ചുമക്കണമല്ലോ എന്നുള്ള, ഞങ്ങളിത് ചുമന്നുകൊണ്ട് നടക്കണമല്ലോ. ഇല്ല, ഇനി നമ്മൾ ചുമക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്. വിജയത്തിൻ്റെ ക്രൂശിനെ നമ്മൾ ഉയർത്തണം. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശ് വിജയത്തിൻ്റെ ലക്ഷണമാണ്. ക്രൂശ് പരാജയത്തിൻ്റെ ലക്ഷണമല്ല. ക്രൂശ് മനുഷ്യന്റെ ജീവിതം മൊത്തം മാറ്റിമറിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാതിലാണ് ക്രൂശ്. അത് പറയുമ്പോൾ സന്തോഷമാണ് നമുക്കുണ്ടാകേണ്ടത്. ക്രൂശിനെ കുറിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കരയാനല്ല, ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ ആഘോഷിക്കാൻ കഴിയണം. കർത്തൃമേശ, കർത്താവിൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, രക്തം ചിന്തി. അതും കരയേണ്ട ഇടമല്ല, അതും ആർക്കേണ്ട ഇടമാണ്. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അതാണ് കർത്തൃമേശ. എന്നാൽ നമ്മുടെയൊക്കെ സഭകളിൽ ആ സമയത്താണ് കരയാൻ നേരമെടുക്കുന്നത്. എന്തോരം കരയാമോ അത്രയും. പണ്ടൊക്കെ കർത്തൃമേശ എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലാണ് കൊടുക്കുന്നത്. ഒരപ്പവും ഒരു പാത്രത്തിൽ ഇതിങ്ങനെ മാറി 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 കുടിക്കുക. കൊറോണ വന്നപ്പോഴാണ് എല്ലാവർക്കും സെപ്പറേറ്റ് ഗ്ലാസ്സുകളൊക്കെ കപ്പുകളായത്. അമ്മച്ചിക്ക് കൊടുത്തു. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കുറേശ്ശെ
അടുത്ത ആളിലേക്ക് ഇത് പാസ് ചെയ്യണം. അമ്മച്ചി ഈ അപ്പം തിന്ന് ഈ പാനപാത്രത്തിലുള്ളത് മൊത്തം കുടിച്ചു. പാസ്റ്റർ ചോദിച്ചു, അമ്മച്ചി എന്നെ പണിയാ കാണിച്ചത്? അപ്പം അമ്മച്ചി പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഞാൻ ചെയ്ത പാപവും ഞാൻ ദൈവത്തോട് ചെയ്ത ദ്രോഹവും കണക്കൂട്ടി ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ഞാൻ കുടിക്കണം. അപ്പോൾ ബാക്കി ആ പുറയിലിരിക്കുന്ന അച്ചായൻ എന്നാ കുടിക്കും എന്ന് എഴുതി പാസ്റ്റർ വിഷമിച്ചിരിക്കുകയാണ്. അമ്മച്ചി പറഞ്ഞതാണ്, ഞാൻ ഇതിൻ്റെ അപ്പുറവും കുടിക്കേണ്ടതാണ്. അവിടെ കരയുകയാണ് എല്ലാവരും. എന്താണ്? ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണ്. പാപത്തെക്കുറിച്ചുള്ള ബോധം വരുന്ന സ്ഥലമല്ല കർത്തൃമേശ. പിന്നെ എന്താണ്? യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. പലരായ നാം ക്രിസ്തുവിൽ ഒന്നായി. രക്തം എന്തിനെ കാണിക്കുന്നു? പാനപാത്രം. യേശു നമ്മെ, കടുഞ്ചുവപ്പായ പാപിയായിരുന്ന നമ്മെ ഹിമം പോലെ വെണ്മയുള്ള വിശുദ്ധരാക്കി മാറ്റി. ആ ഒരു സന്തോഷമാണ് കർത്തൃമേശയിൽ നമ്മൾ കാണുന്നത്. ഒത്തിരി വ്യത്യാസങ്ങൾ നമ്മുടെയൊക്കെ ഇടയിൽ നടക്കേണ്ടിയിരിക്കുന്നു. രീതികൾ തന്നെ മാറണം. ദൈവസഭ ചിരിക്കുന്ന ആഘോഷങ്ങളുടെ ഇടമായി മാറുമ്പോഴാണ് സഭയിലേക്ക് ജനങ്ങൾ വരൂ. നമ്മുടെ സന്തോഷം, ക്രിസ്തുവിലുള്ള വെളിപ്പാടിലുള്ള സന്തോഷം മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരും. ഇവിടെ നമ്മൾ വായിച്ചത്, നിനക്കെതിരെ ശത്രു എല്ലാവരും കൂടി ഒന്നിച്ചു വരും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അപ്പൊ നമ്മോട് എതിർത്ത ശത്രുവിനെ നമുക്ക് പകരം വന്ന് കർത്താവ് തോൽക്കുമാറാക്കി. അതാണ് ക്രൂശിൽ നടന്നത്. കർത്താവ് തോൽക്കുമാറാക്കി. ഇനി നമുക്കെതിരെ എഴുന്നേൽക്കാനുള്ള ശേഷി അവനില്ല. അവന് പ്രോഗ്രാം ഒന്നുമില്ല. നമുക്കെതിരെ ഇനി എങ്ങനെ? അവൻ്റെ വലിയ പ്രോഗ്രാം തകർന്നു. നമ്മെ നരകത്തിലോട്ട് കൊണ്ടുപോകാമെന്നുള്ള പ്രോഗ്രാം തകർന്നു. ഇനി ആകെയുള്ള പ്രോഗ്രാം ഈ ഭൂമിയിൽ കുറെ നുണയും കൊതിയും പറഞ്ഞ് നമ്മളെ കഷ്ടപ്പെടുത്തുക. നീ സ്വർഗത്തിൽ പോകില്ല, നീ പാപിയാണ്, നീ ആ ചെയ്ത തെറ്റ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, നിന്നെ ദൈവം അംഗീകരിക്കില്ല, നിനക്ക് കൃപയും വരവും ഒന്നും കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ചിന്തകളാൽ നമ്മെ ശേഷം മനുഷ്യരെ പോലെ ആക്കുന്ന ഒരു പരിപാടിയാണ് അവനിപ്പോൾ ചെയ്യുന്നത്. എന്നാൽ പിശാചിനോട് തിരിഞ്ഞു പറയണേടാ, നിന്റെ ഏറ്റവും വലിയ പദ്ധതി കാൽവരി ക്രൂശിൽ എൻ്റെ യേശു പൊളിച്ചെങ്കിൽ ഈ ചെറിയ ചെറിയ വിഷയത്തെ അവൻ തോൽപ്പിച്ച് കളയും. നിന്റെ എല്ലാ പദ്ധതികളെയും തകിടം മറിക്കും. അതാണ് ശത്രു ഒരു വഴിയായിട്ട് നിന്റെ നേരെ വരും, എന്നാൽ 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. റോമാലേഖനം 8:31 പറയുന്നു, എന്താണ്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതായത് ദൈവം നമുക്ക് അനുകൂലമാണ്. പിശാചിന് എൻ്റെ നേരെ നിൽക്കാൻ ഇനി കഴിയില്ല. കാരണം ദൈവം എനിക്ക് അനുകൂലമായി. കാരണം എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ഒന്നാക്കി, ജാതികളെ യഹൂദനെയും തമ്മിൽ ഒന്നാക്കി. കുരിശ് അതാണ് ചെയ്തത്. ഇരുപക്ഷത്തെയും ദൈവം മനുഷ്യനോടടുത്തു. യഹൂദനും യവനനും ജാതിയും ഒന്നായി മാറി. എല്ലാം ക്രൂശിലാണ് ഇതെല്ലാം വന്ന് സമ്മേളിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവേശുവിലാണ്. അതുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിലൂടെ ജയം മാത്രമേ ഉള്ളൂ. ശത്രുവിനെ ദൈവം നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അതിൻ്റെ അർത്ഥം ഇന്ന് നീ അനുഭവിക്കുന്ന രോഗമില്ലേ, അതൊരു ശത്രുവിൻ്റെ പദ്ധതിയാ. അതിനെ കർത്താവ് തോൽക്കുമാറാക്കും. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തിലൂടെ സാത്താൻ്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ തോറ്റുപോകും. നീ പൂർണ്ണമായി സൗഖ്യമാകും. നിന്റെ ആയുസ് കൂടും. അറുക്കാനും മുടിക്കാനും കൊല്ലാനും വരുന്ന പിശാചിനെ നീ 1 മാസം പോലും ജീവിച്ചിരിക്കരുതെന്ന വലിയ ആഗ്രഹമാണ്. അതെല്ലാവരെ കുറിച്ചും, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മൾ അധികം ജീവിക്കരുതെന്നാണ്. എന്നാൽ ദൈവം അവൻ്റെ പദ്ധതിയെ നമ്മുടെ മുൻപിൽ
തോൽക്കുമാറാക്കും. അതാണ് നമ്മൾ വായിച്ചത്. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ ദൈവം നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അവർ തോൽക്കുന്നത് കാണും. പിശാച് തോൽക്കുന്നത്, പിശാചിന്റെ പദ്ധതികൾ മുഴുവനും തോൽക്കുന്നത് കാണും. ദാരിദ്ര്യം നമ്മുടെ കണ്ണിന്റെ മുൻപിലാണെങ്കിൽ, സമൃദ്ധി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോൾ പിശാചിന്റെ പദ്ധതികൾ തോറ്റു. രോഗം നമ്മുടെ കണ്ണിന്റെ മുമ്പിലാണെങ്കിൽ ICU, വെന്റിലേറ്റർ, വാർഡ്, രോഗക്കിടക്ക, ഇതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കണ്ടതാണെങ്കിൽ ഇനി സൗഖ്യം, ദീർഘായുസ് എല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണും. അതാണ് തോൽക്കുമാറാക്കുമെന്ന് പറഞ്ഞത്. പിശാചിന്റെ പ്ലാൻ പൊളിഞ്ഞു പോകും, നീ ദീർഘായുസോടെ ജീവിക്കും. പിശാചിന്റെ പദ്ധതികൾ പൊളിയും, നീ ഭൂമിയുടെ അറ്റത്തോളം പോകും. നിന്നെ ഒരു തരത്തിലും വിശാലപ്പെടുത്തില്ലെന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, നീ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകും. ഉയരത്തിലെ ശക്തിയിൽ അവൻ തോറ്റുപോകും. അവൻ്റെ പദ്ധതി നീ ഒരു തരത്തിലും വിശാലപ്പെടരുത്. എന്നാൽ നീ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ഉപകരണമായി വർദ്ധിച്ച് വരും. വിശ്വസിക്കുക. ശത്രുവിൻ്റെ പദ്ധതികളെല്ലാം നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ തോറ്റ് 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 ശത്രു മുട്ടുമടക്കും. ഇത് കാണാൻ പോവുകയാണ്. വലിയ അത്ഭുതങ്ങൾ ദൈവസഭ കണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്, അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചു പിടിക്കും. എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും, അതെല്ലാം ശത്രു പിടിച്ചുകൊണ്ട് പോയതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടും. ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം നിന്റെ കയ്യിലോട്ട് വരും. ശത്രു എന്തെല്ലാം നിന്നിൽ നിന്ന് അപഹരിച്ചുവോ അതെല്ലാം മുതലും പലിശ അടക്കം നിന്റെ കയ്യിൽ വരും. പച്ചപ്പുഴുവും തുള്ളനും വീട്ടിലും വെട്ടുക്കിളിയും കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ദൈവം നിങ്ങൾക്കും എനിക്കും മടക്കി തരും. വിശ്വസിക്കാം, കർത്താവിൽ ആശ്രയിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങളിൽ ഞങ്ങൾ വേരൂന്നുന്നു. ഈ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു. ഇത് കേട്ടവരുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ തോറ്റുപോകുന്നത് ഇവർ കാണട്ടെ. രോഗം കീഴടങ്ങുന്നത് കാണട്ടെ. ശരീരം സൗഖ്യമാകുന്നത് ഇവർ കാണട്ടെ. തളർന്നിരിക്കുന്നത് ചാടി എഴുന്നേൽക്കട്ടെ. വീടുകൾക്കകത്തുള്ള എല്ലാ രോഗപ്രശ്നങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറ വ്യാധികൾ പോലെ തന്നെ ദാരിദ്ര്യം വീടുകളെ വിട്ട് മാറട്ടെ. വീടുകളെ വിശാലത കൊണ്ടുവരാതെ തളച്ചിട്ടിരിക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തി മാറട്ടെ. ഇവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഈ ദാരിദ്ര്യ പിശാച് തോൽക്കുന്നത് ഇവർ കാണട്ടെ. കലഹത്തിൻ്റെ പിശാച് ഇവരുടെ മുൻപിൽ തോറ്റ് സമാധാനമുണ്ടാകുന്നത് ഇവർ കാണട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് അത് ചെയ്തു, ഇനിയും ചെയ്യും, ഓരോ ദിവസവും ചെയ്യും. ഇന്ന് രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഫാസ്റ്റിംഗ് പ്രെയറുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് വരാം, അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലസ് യു. നാളെ ഇതേ സമയത്ത് കാണാം. ആമേൻ.